ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അതിരറ്റ കരുണയാലും കൃപയാലും നാം ഏവരുടെയും വേദപുസ്തക ചിന്ത, വേദപുസ്തകത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളും കവിതാ ഗ്രന്ഥങ്ങളും കടന്ന് പ്രവചന ഗ്രന്ഥങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നെ കേൾക്കുകയും അതോടൊപ്പം വേദപുസ്തകത്തിൽ നിന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇനിയുമുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൂടിയും ധ്യാനപൂർവ്വം കടന്നു പോകുവാൻ ദൈവം ശക്തിയും ബലവും കരുത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവചന പുസ്തകങ്ങളിൽ ആദ്യത്തേത് മഹത്വമുള്ളവനായ യേശയ്യുടേതാണ്. 17 പ്രവചന പുസ്തകങ്ങളിൽ എല്ലാ അർത്ഥത്തിലും മഹത്വം കൊണ്ടും പ്രാധാന്യം കൊണ്ടും ഒന്നാമത്തേതാണ് യേശയ്യാവിൻ്റെ പ്രവചനം. യോബ് മുതലുള്ള കവിതാ ഗ്രന്ഥങ്ങൾ ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണ്. യേശയ്യാ പ്രവാചകന്റെ മുതൽ മാലാഖി വരെയുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ അന്ധകാര യുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാലാഖി മുതൽ കർത്താവിന്റെ വരവരെ ഏകദേശം 300 വർഷത്തിനിടയിൽ തന്റെ വിശേഷപ്പെട്ട ജനത്തിനെ പ്രവചന രീതിയിലോ അല്ലാതെയോ ആത്മീയമായി നയിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ദൈവഭക്തിയിൽ നിന്ന് അധാർമികതയിലേക്കും വിഗ്രഹാരാധനയിലേക്കും വഴുതി വീഴുന്ന ജനതയാണ് നാം കാണുന്നത്. അവരെ തിരികെ കൊണ്ടുവരുവാനാണ് പ്രവാചകന്മാരെ അയച്ചത്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ വരെ പിന്നീട് ആരെയും അയക്കാഞ്ഞത്. ഒന്നാം ഇസ്രായേലിന് സംഭവിച്ച ധാർമ്മികവും ആത്മീയവുമായ അധപതനം നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട രണ്ടാം ഇസ്രായേലാകുന്ന സഭയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിക്കൂടാ. നാം അവയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. ബോധവതികളും ദൈവീയ ശബ്ദം കേട്ടാൽ തിരിച്ചറിയാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു യഹൂദ ജനം. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവ് തന്റെ വചന ശുശ്രൂഷയിൽ പലയിടത്തും പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് യജമാനൻ അടിമയുടെ ചെവി കിഴിക്കുമായിരുന്നു. പിന്നെ യജമാനൻ പറയുന്നത് മാത്രമേ അടിമയ്ക്ക് കേൾക്കുവാൻ അനുവാദമുള്ളായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ വായിക്കുമ്പോൾ പ്രകാരം കാണുന്നു, എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടത്രേ നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവന് സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. യഹൂദ സഭയെ കുറിച്ചുള്ള കർത്താവിന്റെ വിലയിരുത്തലാണ് ഈ വാക്യത്തിൽ. നമ്മെക്കുറിച്ച് കർത്താവിന് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനയിൽ കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനോട് ചേർന്നിരുന്ന് നമുക്ക് ചിന്തിക്കാം, എന്നെക്കുറിച്ച് എൻ്റെ കർത്താവിന് എന്താണ് അഭിപ്രായം? പ്രാർത്ഥിക്കാം. സ്വർഗീയസ്ഥനായ എൻ്റെ നാഥ, നീ എന്നെ അറിയുന്നു. ഞാൻ ഉണരുന്നതും എഴുന്നേൽക്കുന്നതുമെല്ലാം നീ കാണുന്നു. എന്നെ ശോധന ചെയ്ത് ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.